ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണേ. നമുക്കിനി ഒരു കപ്പിൽ 1/4 കപ്പ് പാലും 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അതിനായിട്ട് ഞാൻ 2 സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ക്യാരറ്റ്, പച്ചമുളക് 1, കുറച്ച് മല്ലിയില, ക്യാപ്സിക്കം അരഭാഗം മതി. ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു തക്കാളി വേണം. അതൊന്ന് അടിച്ചെടുക്കാനാണ്. ആ ഒരു തക്കാളി കഷ്ണങ്ങളാക്കി മിക്സിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 നുള്ളു ഉപ്പൂടെ ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണേ. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മറ്റൊരു പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഒരു 10 സെക്കൻഡ് വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. 10 സെക്കൻഡ് വഴറ്റിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏകദേശം 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയേ. ഒരുപാടൊന്നും വഴറ്റണ്ട, കാരണം നമ്മൾ കുറച്ചുകൂടെ നേരെ ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് അത് വഴണ്ടോളും. അപ്പോൾ നമ്മൾ ഓവറായിട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓവറായിട്ട് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് കുറച്ച് നേരം അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് അതിൽ കിടന്ന് തന്നെ വെന്തോളും. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടിയാണ്. ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് പാസ്ത വേവിക്കണം. അതിനായിട്ട് ഞാൻ പാസ്ത വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊന്ന് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 2.5 കപ്പ് പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഓയിലുമാണ്. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ജസ്റ്റ് ഒരു തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 4 മിനിറ്റ് ഒക്കെ ആവശ്യമായിട്ട് വരുള്ളൂ. എന്നിട്ട് നമുക്കിതെടുത്ത് ഊറ്റാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് നമുക്കൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ കോൺഫ്ലോറിൻ്റെയും പാലിൻ്റെയും മിക്സ്, അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാനൊന്ന് കുറച്ചുകൂടി ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കില്ലേ, പിച്ച് വെച്ചെടുക്കില്ലേ, അതുപോലെ ചെയ്തിട്ട് ആ ചിക്കനും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ഗ്രേവി ടൈപ്പിലിരിക്കുവേ. നമുക്ക് ഈ സമയത്ത് ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത നമുക്ക് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വീണ്ടും ഒരു 1/4 കപ്പ് പാലും അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 മിനിറ്റ് കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഒന്ന് ഓഫ് ചെയ്തിടാം.
വളരെ സ്പൈസി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള പാസ്ത നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.